പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ ഒരു വചനം: പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. കഞ്ചിക്കോട് സന്ദേശത്തിൽ നിന്നും ഒരു ഭാഗം ഈ വചനത്തോട് കൂട്ടിച്ചേർത്ത് പ്രഭാതത്തിൽ കണ്ടു, ധ്യാനിച്ചു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളെ പിന്തുടരുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങളെ സുഖസന്തോഷങ്ങളുടെ അടിമയാക്കി ഇപ്പോൾ നിസ്സംഗതയുടെ മൂടുപടം ലോകത്തിന് മേൽ വിടർത്തി. എൻ്റെ ശത്രുവായ ചുവന്ന സർപ്പം അവൻ്റെ അടിമത്ത ചങ്ങല കൊണ്ട് നിങ്ങളെയെല്ലാം വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. ദൈവരാജ്യം നിങ്ങളുടെ മധ്യയുണ്ട്. അതിനുള്ളിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ചാൽ മതി. അതിൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. ശുദ്ധീകരണത്തിൻ്റെയും മഹാപീഡനത്തിൻ്റെയും ഈ അന്തിമ വേളയിൽ സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവികമായി രൂപീകരിക്കപ്പെട്ട സൈന്യനിരയിൽ പങ്കുകാരായി മക്കളെ മുന്നേറുക. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകസുഖം പുച്ഛിച്ചു തള്ളിയതിനാൽ സ്വന്തം ബസിലിക്കയിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ തിരുനാൾ ദിനത്തിൽ മോശയുടെ ധൈര്യമേകണമേ. സ്വർഗം ഭൂമിയുമായി സംയോജിച്ചിരിക്കുന്ന ഈ കാലത്തിലേക്ക് ഞങ്ങളെയും ഉയർത്തണമേ. ആമേൻ.